ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്കുണ്ട് വിശേഷം. എല്ലാവർക്കും കഥകൾ ഇഷ്ടപ്പെട്ടോ? പുതിയ കഥയുമായി ഞങ്ങളിതാ വീണ്ടും വന്നിരിക്കുന്നു. മനുഷ്യർ വലിയൊരു ഗോപുരം പണിതതിനെ കുറിച്ചുള്ള കഥയാണ് ഇന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവസാനം കണ്ടത് നോഹ അപ്പൂപ്പൻ്റെ കഥയാണ് കണ്ടത് അല്ലേ? നോഹ അപ്പൂപ്പിന് ശേഷം അനേകം വർഷങ്ങൾ കടന്നുപോയി. നോഹയുടെ മക്കൾക്ക് കുറേ കുട്ടികളുണ്ടായി. ഈ കുട്ടികൾ വളർന്നപ്പോൾ അവർക്കും മക്കളുണ്ടായി. അങ്ങനെ ഭൂമി പെട്ടെന്ന് തന്നെ ധാരാളം ആളുകളെ കൊണ്ട് നിറഞ്ഞു. നോഹയുടെ ഒരു കൊച്ചുമകനായിരുന്നു കുഷ്. കുഷിന് നിമ്രോദ് എന്ന് പറയുന്ന ഒരു മകൻ ഉണ്ടായിരുന്നു. അവനാണ് ഭൂമിയിലെ ആദ്യത്തെ വീരപുരുഷൻ. അവൻ കർത്താവിൻ്റെ മുമ്പിൽ ഒരു നായാട്ട് വീരനായിരുന്നു. അവൻ പല നഗരങ്ങളും സ്വന്തമാക്കി. അക്കാലത്ത് ഭൂമിയിൽ ആകെ ഒരേ ഒരു ഭാഷയും ഒരേ ഒരു സംസാര രീതിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ പരസ്പരം പറഞ്ഞു, നമുക്കൊരു പട്ടണവും ആകാശം മുട്ടുന്നൊരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം, അല്ലെങ്കിൽ നമ്മൾ ഭൂമിയിൽ ചിന്നിച്ചിതറിപ്പോകും. അങ്ങനെ അവർ ഇഷ്ടികകൾ ഉണ്ടാക്കി ചുട്ടെടുത്ത് ഇഷ്ടികയും കളിമണ്ണും ഉപയോഗിച്ച് ഒരു ഗോപുരം പണിതു. മനുഷ്യർ നിർമ്മിച്ച ഗോപുരവും നഗരവും കാണാൻ ദൈവം ഇറങ്ങി വന്നു. പക്ഷെ ജനം ഭൂമിയുടെ എല്ലാ ഭാഗത്തുമായി ജീവിക്കുന്നതായിരുന്നു ദൈവത്തിന് ഇഷ്ടം. അതുകൊണ്ട് ജനം ആ ഗോപുരം പണിയുന്നത് നിർത്താൻ ദൈവം ഇടയാക്കി. എങ്ങനെയാണ് ദൈവം അത് ചെയ്തത്? അത്രയും കാലം ഒരേ ഭാഷ സംസാരിച്ചിരുന്ന ആളുകൾ പെട്ടെന്ന് പല ഭാഷകൾ സംസാരിക്കാൻ ദൈവം ഇടയാക്കി. ഒരാൾ പറയുന്ന മറ്റേ ആൾക്ക് മനസ്സിലാകാത്ത സ്ഥിതിയായി. അപ്പോൾ ഗോപുരം പണിയാൻ സാധിക്കുമോ? അങ്ങനെ അവർ പട്ടണം പണി ഉപേക്ഷിച്ചു. കർത്താവ് അവരെ ചിതറിച്ചു, ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചു. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്ന പേരുണ്ടായത്. ബാബേൽ എന്ന വാക്കിന് അർത്ഥം ശബ്ദകോലാഹലം, നാനാവിധ ശബ്ദം, അപശബ്ദങ്ങളും കുഴപ്പങ്ങളും നിറഞ്ഞ സ്ഥലം എന്നൊക്കെയാണ്. അങ്ങനെ അവർ വേറെ വേറെ സ്ഥലങ്ങളിൽ വീട് വെച്ച് താമസിച്ചു. അടുത്ത കഥയുമായി ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.